ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ നേരിടുന്നവരുണ്ടോ? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റാത്തവരുണ്ടോ? സ്നേഹത്തിൽ മുറിവേറ്റവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 1 മിനിറ്റ് വിടുതൽ പ്രാർത്ഥനയാണിത്. നിങ്ങൾക്ക് ഒരുമിച്ച് സ്വീകരിക്കാൻ ഈ വിടുതൽ പ്രാർത്ഥന സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ഇനിയിപ്പോ ജീവിത പങ്കാളി അത് ചേർന്ന് നിൽക്കാത്ത വ്യക്തിയാണെങ്കിൽ ആത്മന ജീവിത പങ്കാളിയുടെ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ ഡെലിവറൻസ് പ്രയർ നിങ്ങൾ സ്വീകരിക്കുക. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാമ്പത്യത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റാത്ത, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്നുള്ള ദൈവ പദ്ധതിക്കെതിരെ ഇവരുടെ ദാമ്പത്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങള്, ഭിന്നതയുടെയും കലഹത്തിന്റെയും അരൂപികള്, സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെ കെട്ടുകള്, ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും എതിരായി ജീവിതത്തിൽ വന്നിട്ടുള്ള മുറിവുകള്, അസ്വസ്ഥതകളെല്ലാം യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ, ആദ്യ സ്നേഹത്തിലേക്ക് ഇവരെ കൈപിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ദാമ്പത്യത്തിലേക്ക് ഇവര് പരസ്പരം ഉണ്ടാക്കിയ എല്ലാ മുറിവുകളും ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ വിടുതലും സൗഖ്യവും പ്രാപിക്കട്ടെ. ആമേൻ. ആമേൻ പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കുക. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.